ഹലോ ഡിയേഴ്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമുക്ക് അയില മാങ്ങയിട്ട് എങ്ങനെയാണ് വെക്കുന്നതെന്ന് കണ്ടാലോ. എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയാണ്, എന്നാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. മീൻകറി മാങ്ങയിട്ട് വയ്ക്കുമ്പോൾ എപ്പോഴും മാങ്ങ ഉടഞ്ഞു പോകുന്നതാണ് എല്ലാവർക്കും പതിവ്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ടുള്ള ടിപ്സ് ഞാൻ ഇതിൽ പറയുന്നുണ്ട്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇത് കണ്ടോളൂ കേട്ടോ. അപ്പോൾ മീൻകറി റെഡിയാക്കാനായിട്ട് ഞാൻ 3 മീഡിയം സൈസ് അയിലയാണ് കേട്ടോ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. കറിക്ക് ആവശ്യമായ അരപ്പ് റെഡിയാക്കുന്നതിന് വേണ്ടി അരമുറി തേങ്ങ ചിരകിയതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അരപ്പിനാവശ്യമായ ഉപ്പ്, ഒരു വലിയ കഷ്ണം ഉള്ളി ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില, ആവശ്യത്തിന് വെള്ളം, ഇത്രയും കൂട്ടി നന്നായി അരച്ചെടുക്കുക കേട്ടോ. ഇതാ നമ്മുടെ അരപ്പ് റെഡിയായിട്ടുണ്ട്. കറി റെഡിയാക്കേണ്ട ചട്ടിയിലേക്ക് ഉള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, പച്ചമുളക്, കറിവേപ്പില എന്നിവ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് കറിക്ക് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് യോജിപ്പിച്ച ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങൾ കൂടി ഇനി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഞാനൊരു ടിപ്പ് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ, നമ്മളുടെ മാങ്ങ ഇതിൽ ഉടഞ്ഞു പോവാതിരിക്കാനായിട്ട് മീൻ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മാങ്ങ കഷ്ണങ്ങളായി അരിഞ്ഞ് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഒന്ന് യോജിപ്പിച്ച ശേഷം മൂടി വയ്ക്കുക. ആ മിക്സ് തന്നെ ഇതിലേക്ക് ചേർത്താൽ മതി. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കുമ്പോഴേക്കും നമ്മൾ ഉപ്പൊന്ന് സൂക്ഷിച്ചിട്ടാണ് കേട്ടോ, അല്ലെങ്കിൽ മാങ്ങയിലും ഉപ്പുണ്ട്, കറിയിലും ഉപ്പ് കൂടിപ്പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയേ. ഇനി നമ്മുടെ കറിയിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് യോജിപ്പിച്ച ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് തിളക്കാനായി മൂടി വയ്ക്കുക കേട്ടോ. കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ചുറ്റിച്ച ശേഷം മൂടി അല്പം തുറന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ആവിവെള്ളം വീണ് പിന്നെയും കറിയിലേക്ക് വെള്ളം കൂടിപ്പോകാൻ സാധ്യതയുണ്ട്. അത് കാരണം നമുക്ക് അല്പം ഒന്ന് തുറന്ന് വെച്ച് കൊടുക്കാവേ. എണ്ണ തെളിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം കേട്ടോ. നന്നായി എണ്ണ തെളിയുന്നത് വരെ വെയിറ്റ് ചെയ്യണേ. അതിനിടയ്ക്ക് ഉപ്പൊന്ന് നോക്കാൻ മറക്കല്ലേ കേട്ടോ. എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അല്പം കറിവേപ്പിലയും 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായി തിളപ്പിച്ചെടുക്കുക കേട്ടോ. ആ സമയം ഒന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് താളിച്ചൊഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. വീഡിയോസൊക്കെ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.